ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിത്തസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അഡ്വഞ്ചറായിട്ടുള്ള യാത്രയ്ക്കാണ് പോകുന്നത് കേട്ടോ. ബാരക്പൂർ ടു ശ്രീറാംപൂരിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പം ജങ്കാർ വഴിയുള്ള യാത്രയാണ്. നമ്മുടെ ബാരക്പൂരിലെ ജങ്കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ധോബി ഹട്ടിൽ നിന്നാണ്. അത് ശ്രീറാംപൂരിലെ ഫെറി ഹട്ടിലാണ് അവസാനിക്കുന്നത്. അപ്പം നമ്മൾ ഹട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ എക്സൈറ്റഡ് ആണ്. രാവിലെ 6 മണി മുതൽ 10 വരെയാണ് ജങ്കാറിൻ്റെ ടൈമിങ്. ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഒരാൾക്ക് 7 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഏറ്റവും ചീപ്പായിട്ടുള്ള റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും ബാരക്പൂർ ടു ശ്രീറാംപൂരിലേക്ക് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ജങ്കാറിലെ യാത്ര തന്നെയാണ്. അപ്പോൾ നമ്മൾ ജങ്കാറിലേക്ക് കയറാൻ എൻട്രി ചെയ്തിരിക്കുന്നു. കുറച്ച് ദൂരം ഇതുപോലുള്ള ഈ ഒരു പാലത്തിൽ കൂടെ വേണം കടന്നു പോകാൻ. അത്യാവശ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം അത് നല്ല കാറ്റുണ്ടായിരുന്നു നമ്മൾ കയറുന്ന സമയത്ത്. അതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു, കാരണം പുഴ നല്ല ആഴത്തിലുള്ള പുഴയാണ്. നമ്മുടെ ഗൂഗ്ലി നദിയാണ്. ഗൂഗ്ലി നദിയിലൂടെയാണ് നമ്മൾ ജങ്കാർ പോകുന്നത്. നല്ല ആഴമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. ജങ്കാർ യാത്ര നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു യാത്ര തന്നെയാണ്. ഒരു വിധത്തിലുള്ള സേഫ്റ്റിയോ ഒന്നുമില്ല. സാധാരണ നമ്മൾ ബസ്സിലൊക്കെ പോകുന്നത് പോലെയാണ് ഇവിടുത്തെ ആൾക്കാർ ജങ്കാറിലൊക്കെ കയറി പോകുന്നത്. അത്രയും തിരക്കുമാണ്. അവർക്കൊന്നും അവർ നോർമൽ ഡെയിലി ലൈഫിലുള്ളതായതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതുപോലെ കയറുമ്പോൾ നമുക്ക് എന്തോ വലിയ സംഭവം പോലെ തോന്നും. പക്ഷേ എന്ത് ചെയ്യാം, ഇത്രയും ആഴമുള്ള പുഴയൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. എന്തെങ്കിലും സംഭവിക്കുമോ പേടിച്ചിരിക്കുമായിരുന്നു. കാരണം വേറൊന്നുമില്ല, സ്വിമ്മിങ്ങൊന്നും അറിയത്തില്ല, ഞങ്ങളെ കൂടെയുള്ള ആർക്കും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉൾഭയം ഉണ്ടായിരുന്നു. ദൈവത്തിനെ വിളിച്ചുകൊണ്ടായിരുന്നത്. അങ്ങേക്കരെ എത്തുന്നത് വരെ ഒരു പേടിയായിരുന്നു. പിന്നെ കാഴ്ചകളൊക്കെ കണ്ടു, അതൊക്കെ ഒന്ന് മാറി മാറി വന്നു. എന്നാലും ഉൾഭയം നന്നായിട്ടുണ്ടായിരുന്നു. പുഴ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി. ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റും ഓളം വെട്ടലൊക്കെ വരുമ്പോഴത്തേക്ക് ജങ്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന സമയത്ത് നമുക്ക് നല്ല പേടി തോന്നും. പിന്നെ ഒരുവിധം മനധൈര്യം ഉണ്ടാക്കിയെടുത്തിട്ടാണ് ജങ്കാറിനകത്ത് നിന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പുഴ നല്ല വലിയ പുഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അത് നമുക്ക് കണ്ട ഒരു കടൽ പോലെ തന്നെയാണ് തോന്നുന്നത്. ഗൂഗിളിൽ നദി കണ്ട ഒരു കടൽ പോലെ തന്നെ കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ കരയ്ക്ക് എത്തിയൊക്കെയാണ്. നമ്മൾ ശ്രീറാംപൂർ ഫെറി ഹട്ടിലേക്ക് എത്തിയൊക്കെ വന്ന്
ഈവനിങ് ഒരു 6 മണിയോട് അടുപ്പിച്ചായിരുന്നു ഞങ്ങൾ ജങ്കാറിൽ കയറിയത്. ശ്രീറാംപൂരിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഒരു മെയിൻ സ്ട്രീറ്റ് ഉണ്ട്, ഷോപ്പിംഗ് സ്ട്രീറ്റ്. അവിടെയൊക്കെ പോയി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം തിരിച്ച് 9 മണിയുടെ ജങ്കാറിൽ നമ്മൾ തിരിച്ച് നമ്മുടെ ബാരിക്പൂരിലേക്ക് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഷോപ്പിംഗ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.